എലത്തൂരിലെ കാണാതായ സൈനികൻ വിഷ്ണുവിനെ കണ്ടെത്തുന്നതിൽ എല്ലാവിധ ഇടപെടലുകളും ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മഹാരാഷ്ട്ര സർക്കാരുമായും അന്വേഷണ ഉദ്യോഗസ്ഥരുമായും സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ഉച്ചയോടെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാണാതായ സൈനികൻ വിഷ്ണുവിന്റെ എലത്തൂരിലെ വീട്ടിലെത്തിയത്. വിഷ്ണുവിന്റെ അച്ഛനും അമ്മയുമായി ഏറെ നേരം സംസാരിച്ചു. കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ കുടുംബം അവരുടെ ആശങ്ക പങ്കുവച്ചു. അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും സൈനികനെ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകി. ജവാൻ മിസ്സിംഗ് ആയതുകൊണ്ടാണ് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നത്. അത് സേനയോടും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനോടും ആവശ്യപ്പെടും. ഇവിടുത്തെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് കേരളത്തിൽ. തീർച്ചയായിട്ടും എല്ലാവരും കൂടെ സഹകരിച്ച് കണ്ടെത്തുന്നതിനും തിരിച്ചു കൊണ്ടുവന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ഇക്കഴിഞ്ഞ ഡിസംബർ 16-ന് പൂനെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവധിയെടുത്ത് കോഴിക്കോട്ടേക്ക് തിരിച്ച വിഷ്ണുവിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. എലത്തൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം പൂനെയിലെത്തി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിനെ അവസാനമായി കണ്ട റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ CCTVയിൽ നിന്ന് വിഷ്ണുവിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ അവിടെ നിന്ന് വിഷ്ണു എവിടേക്ക് പോയെന്നതിനെ കുറിച്ചൊരു സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇതിനോടകം 100-ലധികം CCTV ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. വിഷ്ണുവിന്റെ തിരോധാനത്തിൽ ഏറെ ആശങ്കയിലാണ് കുടുംബം. ജനുവരി 11-നായിരുന്നു വിഷ്ണുവിന്റെ വിവാഹം നിശ്ചയിച്ചത്. വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളും കുടുംബം തുടങ്ങിയിരുന്നു. ജനം, കോഴിക്കോട്.